തിരുവനന്തപുരത്ത് സുനിൽ ഐസക്കും ചേരുന്നു. സുനിൽ, 3 ക്യാമ്പുകൾക്കും നാളിതുവരെ എന്ന് വെച്ചാൽ 3 പേരോടും വിവരങ്ങളെടുത്ത് ഡൽഹിയിൽ നിന്ന് അവർ നാട്ടിലെത്തിയതിനു ശേഷം കാര്യമായ ഒരു വിവരവും 3 ക്യാമ്പിലും ഉണ്ടായിരുന്നില്ല. ഈ ലാസ്റ്റ് ലാപ്പിൽ ഒരുപക്ഷെ ഇന്നത് പ്രഖ്യാപിക്കുമെന്ന സൂചനകൾ ഉള്ളപ്പോഴും 3 ക്യാമ്പുകൾക്ക് എന്തെങ്കിലും ഉറപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് ക്യാമ്പുകളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ? ഇന്നാകുമോ ആ നിർണായക ദിനം എന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. അല്പസമയം മുമ്പ് ഇന്ദിരാഭവനിൽ KPCC അധ്യക്ഷൻ പ്രതികരിച്ചപ്പോഴും ഇന്ന് വന്നേക്കാം, അങ്ങനെയാണ് കരുതുന്നത് എന്ന് മാത്രമാണ്, അതില്ല പ്രതീക്ഷ മാത്രമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് വീട്ടിലുണ്ട്, VD സതീശനും പറവൂരിലെ വീട്ടിലാണ്, KC വേണുഗോപാൽ ഡൽഹിയിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ 3 ക്യാമ്പുകളെ സംബന്ധിച്ചും ആത്മവിശ്വാസവും ഉത്കണ്ഠയും ഉണ്ട് എന്നതിനപ്പുറത്തേക്ക് നമുക്കൊന്നും കാര്യമായി റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം അവരൊക്കെ ഇപ്പോഴും അവരവരുടെ കാര്യങ്ങൾ വാദിച്ചുകൊണ്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ആത്മവിശ്വാസത്തിലേക്ക് വരുന്നു. ഏറ്റവും ഒടുവിലെ റൗണ്ടിൽ എത്തുമ്പോഴേക്കും നമുക്കറിയാവുന്നതുപോലെ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്നീ 2 പേരുകളിലേക്ക് ചർച്ച ഒതുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നാലും ഏറ്റവും ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് ഉയർന്നു വരാനുള്ള സാധ്യത പ്രതീക്ഷിക്കുന്നവരും ആ കൂട്ടത്തിലുണ്ട്. എന്തായാലും അവനവൻ്റെ ആത്മവിശ്വാസത്തിൽ ഇപ്പോഴും അവർ തുടരുകയാണ്. അതിനിടയിലാണ് നമുക്കറിയാവുന്നതുപോലെ MK പ്രേമേന്ദ്രനെ പോലെയുള്ള ആളുകൾ, അവരുടെ ഘടകകക്ഷി നേതാക്കൾ അടക്കമുള്ളവർ വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അക്കാര്യത്തിൽ വലിയ അതൃപ്തിയുണ്ട്. എന്തായാലും ഇന്നെങ്കിലും ഇത് മുഖ്യമന്ത്രി പ്രഖ്യാപനം വന്നില്ലെങ്കിൽ പുറത്തിറങ്ങാൻ പോലും വയ്യാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുവെന്ന സ്വകാര്യ പ്രതികരണങ്ങളും നേതാക്കളുടെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നു. നമുക്കറിയാം ഇന്ന് 10ാമത്തെ ദിവസമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ട്. ഈ 10 ദിവസമായിട്ടും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമാക്കാൻ കഴിയാത്തതിൽ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് വലിയ പിഴവുണ്ട് എന്ന് പറയുന്നവരുമുണ്ട്. എന്തായാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് 3 ക്യാമ്പുകളും ഉള്ളത്.